അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഇത്ബാഉൽ ജനായിസ്, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോട് കാണിക്കേണ്ട ഹക്കിനെ കുറിച്ച്, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി നമ്മൾ പറഞ്ഞു. അതിൽ 6ാമത്തെ കാര്യമാണ് ജനാസയെ അനുഗമിക്കുക എന്നുള്ളത്. മരണപ്പെട്ടാൽ ആ വീട്ടിൽ പോവുക, ആ വീട്ടിൽ വേണ്ട ഒത്താശകളും സേവനങ്ങളും ചെയ്തു കൊടുക്കുക, ആ മയ്യത്തിന് വേണ്ടി മരണാനന്തര ക്രിയകളിൽ പങ്കാളികളാവുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. എന്നാൽ ഒരാൾ മരണപ്പെട്ടാൽ 4 കാര്യങ്ങൾ ആ മയ്യത്തിന് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഫർള് കിഫായ ആയിട്ടാണ് പണ്ഡിതന്മാർ ഫുഖഹാക്കളൊക്കെ രേഖപ്പെടുത്തുന്നത്. മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക, മയ്യത്തിനെ കുളിപ്പിക്കുക, അതുപോലെ മയ്യത്തിനെ കഫൻ ചെയ്യുക, മയ്യത്തിന് മറവ് ചെയ്യുക എന്നുള്ളതാണ് 4 കാര്യം. ഒന്നാമതായി കുളിപ്പിക്കണം, രണ്ടാമത് മയ്യത്ത് നിസ്കരിക്കണം, രണ്ടാമത് കഫൻ ചെയ്യണം, മൂന്നാമത് മയ്യത്ത് നിസ്കരിക്കണം, 4ാമത് മറവ് ചെയ്യണം. ഈ 4 കാര്യങ്ങളിലും ഇത്ബാഉൽ ജനായിസ് അഥവാ മയ്യത്തിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം. അത് ഒരു കടമയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല, നല്ലതല്ല. അപ്പോൾ അതൊന്നും കൂടി ക്ലിയർ ചെയ്തുകൊണ്ട് അത് ഫർള് കിഫായയുടെ ഗണത്തിലേക്ക് ആണ് ഫുഖഹാക്കൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഫർള് കിഫായ എന്ന് പറയുന്നത്? ഈ ഫർള് കിഫായ എന്ന് പറയുന്നത് ഫർളുൽ കിഫായത്തി മാ യജിബു അലാ കുല്ലിൽ ഖലീഫ. ഒരു പ്രദേശത്ത് ഒരു ഖലീഫ ഉണ്ടാകും, ഒരു നാട്ടിൽ ഒരു ഭരണാധിപൻ ഉണ്ടാകും. ആ ഭരണാധിപന്റെ ഉത്തരവാദിത്തമാണ് ഈ ഫർള് കിഫായകൾ നടപ്പിലാക്കുക. ഇനി നമ്മുടെ നാട്ടിൽ ഭരണാധിപർ ഇസ്ലാമികമായ ശരീഅത്ത് നടപ്പിലാക്കുന്ന ഭരണാധിപരെ പറ്റിയാണ് ഖലീഫ എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ശരീഅത്തും ഇസ്ലാമിക നിയമങ്ങളും നടപ്പിലാക്കുന്ന ഭരണാധിപരില്ലല്ലോ. അപ്പോൾ മുസ്ലിമീങ്ങളായ നമ്മൾ തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത്, നമ്മൾ തന്നെയാണ്. അപ്പോൾ നാട്ടിൽ ഉള്ള മഹല്ലിലുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തിനാണ് ഇതിൻ്റെ ചുമതല. ആ സംവിധാനം എന്ന് പറയുന്നത് നമ്മളാണ്. ജനകീയമായ ജനാധിപത്യപരമാണ് നമ്മുടെ നാടും നമ്മുടെ മഹല്ലും നമ്മുടെ കമ്മിറ്റിയുമൊക്കെ. അത് ഇന്നത്തെ ഒരു കമ്മിറ്റിയോട് നാളെ ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം മൊത്തത്തിൽ ഫർള് കിഫായ ആയിട്ട് വരുന്നത് ജനങ്ങളുടെ ചുമലിലാണ്. അവരാണ് അതിന് ഒന്നാമതായി ആത്യന്തികമായി മറുപടി പറയേണ്ടി വരിക. അതാണ് ഇല്ല അന്നഹു ഇദാ ഖാമ ബിഹിൽ ബഅദു സഖത അനിൽ ബാഖീൻ. ആ ജനങ്ങളിൽ നിന്ന്, മഹല്ലിലെ ആളുകളിൽ നിന്ന് കുറച്ച് ആളുകൾ ചെയ്താൽ ബാക്കിയുള്ള ആളുകളൊക്കെ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. അപ്പൊ കുറച്ചാളെങ്കിലും അത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് തജ്ഹീസുൽ മൗത്ത, ഈ മരണപ്പെട്ട വ്യക്തിയെ പരിചരിക്കുക എന്നുള്ളത്. ഈ പറയപ്പെട്ട 4 കാര്യങ്ങളും ആ വ്യക്തിക്ക് വേണ്ടി സമൂഹത്തിലെ ആരെങ്കിലും ചെയ്തിരിക്കണം. ആരും ചെയ്തിട്ടില്ല എങ്കിൽ സമൂഹം മുഴുവനും കുറ്റക്കാരാകും. അത് ഫർളായിട്ട് മാറുന്ന സമയത്ത് വ്യക്തിപരമായി ഹക്കായിട്ട് പറഞ്ഞാൽ പോലും, സുന്നത്തായിട്ട് പറഞ്ഞാൽ പോലും, സാമൂഹികമായിട്ട് ഈ മയ്യത്തിന് വേണ്ടി ഈ 4 കാര്യങ്ങളും ചെയ്തു കിടക്കുക എന്നുള്ള ഫർളായിട്ടാണ് വരിക, ഫർള് കിഫായിട്ടാണ് വരിക. ഇതുപോലെ കൽ ജിഹാദി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം പോലെ, വൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് പോലെ ഇതും ഫർള് കിഫായാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം, അതേപോലെ തന്നെ നാട്ടിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും, വൽ ഫത്വ പറയാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളെ ചുമതലപ്പെടുത്തുക, വൽ ഖുളാ, ഇസ്ലാമിൻ്റെ മതവിധികൾ പറയാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളെ ചുമതലപ്പെടുത്തുക, വൽ ഇമാമത്തു, പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളെ ചുമതലപ്പെടുത്തുക, വഇമാറത്തുൽ മസാജിദ്, പള്ളി പരിചരിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളെ ചുമതലപ്പെടുത്തുക, വൽ അദാൻ, ബാങ്ക് വിളിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളെ ചുമതലപ്പെടുത്തുക. ഇതൊക്കെ ഫർള് കിഫായ.
ഇതെല്ലാം മഹല്ല് സംവിധാനത്തിലൂടെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. വേറെ ഒന്നും കൂടി, വജവാബുസ്സലാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സംഘം ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി സലാം പറഞ്ഞാൽ ആരും സലാം മടക്കാതിരുന്നാൽ എല്ലാവരും കുറ്റക്കാരാണ്. ആരെങ്കിലും ഒരാൾ സലാം മടക്കണം. അത് ഫർള് കിഫായയാണ്. അപ്പം അതേപോലെ നാട്ടിൽ വിശപ്പ് അനുഭവിക്കുന്ന ആളുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളെ മഹല്ലിൽ, നമ്മളെ പരിധിയിൽ ആരും ആ കുടുംബത്തിനെ, ആ വ്യക്തിയെ നോക്കുക. ഭക്ഷണം കൊടുക്കാതിരുന്നാൽ മുഴുവൻ ആളുകളും ഉത്തരവാദിയാകും. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ, ഒരു നാട്ടിൽ ഒരു ഹോസ്പിറ്റൽ വേണം. ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ മുഴുവൻ ആളുകളും ഉത്തരവാദിയാകും. സമൂഹവുമായി ബന്ധപ്പെട്ട അനിവാര്യമായ എല്ലാ കാര്യങ്ങളും സാമൂഹികമായി ബാധ്യതയാണ്. ഒരു വിഭാഗം ആളുകൾ ചെയ്യണം, അത് ചുമതലയാണ്. ഇലാ ഗൈരി കുല്ലു ദാലിക ഫർള് കിഫായ. ഇതെല്ലാം ഫർള് കിഫായയാണ്. ഇദാ ഖാമ ബിഹി അൽ ബഅദു. കുറച്ചാളുകൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ സഖത അനിൽ ബാഖീൻ. ബാക്കിയുള്ള ആളുകൾ മുഴുവനും ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. വൈദാ തറക്കൂ. ആരും ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അസിമൂ ജമീഅ. മുഴുവൻ ആളുകളും കുറ്റക്കാരാവുകയും ചെയ്യും. അതാണ് സാമൂഹികമായ ബാധ്യത. അല്ലാഹു തആല ആ സാമൂഹികമായ ബാധ്യതയും മുസ്ലിമിനോടുള്ള ഹക്കും നിർവഹിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി തെരുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നൽകി സർവശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.